ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു പുതുശ്ശേരി വ്ളോഗേഴ്സ്. പുതുശ്ശേരി വ്ളോഗേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ശ്രീകൃഷ്ണ ജയന്തി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനാണ് പോണത്. ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഒരുപാട് പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ തിരക്കിലാണ് ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും. ഇതിനിടയിൽ നമുക്ക് നമ്മുടെ ദേവൂട്ടനെ ഒരു കൃഷ്ണന്റെ വേഷം കെട്ടി ഒരു ഫോട്ടോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമോന്ന് അറിയില്ല, അവന്റെ മൂഡൊക്കെ അനുസരിച്ച പോലെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് നടക്കുകയാണെങ്കിൽ വീഡിയോ എടുക്കാം. അപ്പൊ നമ്മുടെ വീട്ടിന്റെ ഉള്ളിലത്തെ വിശേഷം നമുക്ക് കാണാം. വെരി ഗൈസ്, നമ്മളിപ്പോൾ വീട്ടിലെ അടുക്കളയിലാണ്. അപ്പോൾ അടുക്കളയിൽ ഇപ്പോൾ നമ്മൾ പണിയാരം എന്ന് പറഞ്ഞ ഒരു പലഹാരമാണിത്. അപ്പോൾ പണിയാരം പറഞ്ഞ പലഹാരം ചെറുപയർ പൊടിച്ചിട്ട് അതിൽ വെല്ലം പാവ് ഒഴിച്ചിട്ട് അത് ഉരുട്ടി അതുപോലെ ബോൾ സൈസ് ആക്കും. അപ്പോൾ ഈ ബോൾ സൈസ് പോലെ ഉണ്ടാക്കിയിട്ട് ഇതിപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് കിട്ടണമല്ലോ. അപ്പോൾ ഈ മാവ് അരയ്ക്കണത് അതിനാണ്. അപ്പോൾ ഈ ബോൾ പോലുള്ള ഈ സൈസ് സാധനം നമ്മളിങ്ങനെ അരിമാവിലിട്ടിട്ട് അതിനെ മിക്സ് ചെയ്തിട്ട് പിന്നെ അത് ഓരോന്നായി എടുത്തിട്ട് നമ്മൾ എണ്ണീനകത്തേക്ക് ഇടും. ഓരോ ബോളായിട്ട് നമ്മൾ ഓരോന്നെടുത്തിട്ട് അതുപോലെ അമ്മമ്മ ചെയ്യണ പോലെ ഇതുപോലെ നമ്മൾ ഓരോന്നെടുത്തിട്ട് ആ എണ്ണച്ചട്ടിയിലേക്ക് ഇടും. അപ്പോൾ അതിങ്ങനെ വെന്ത് നമ്മൾ സാധാരണ സുഖിയൻ പോലെയൊക്കെ ഉണ്ടാവും. അതായത് ഉള്ളിൽ ചെറുപയർ പുറത്ത് അരിമാവ്, അങ്ങനെയുള്ള ഒരു ലെവൽ നമ്മൾ സുഖിയൻ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അതുപോലെ. പക്ഷേ ഇതിലെന്താ പറഞ്ഞാൽ നമ്മൾ ഈ ഉരുട്ടിയിടുന്ന ചെറുപയറുണ്ട ഈ അരിമാവിൽ മുക്കിയിടുമ്പോൾ അതുപോലെ വെന്ത് നമുക്ക് നല്ലൊരു രൂപത്തിൽ കിട്ടും. അപ്പോൾ ഇതാണ് പണിയാരം എന്ന് പറഞ്ഞ പലഹാരം. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അരിയുണ്ടയാണ്. അതായത് പെരുവളങ്കായ എന്നൊക്കെ പറയും നമുക്ക്. അപ്പോൾ അമ്മയാണ് നമ്മുടെ പെരുവളങ്കായ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ അരി വറുത്ത് പൊടിച്ച് അതിൻ്റെ പൊടിയിൽ വെല്ലപ്പാവ് ഒഴിച്ച് അതിനെ ഉരുണ്ട രൂപത്തിൽ ഉരുട്ടിയെടുത്ത് ആ അരിയിൽ തന്നെ ഒന്ന് റോൾ ചെയ്തിട്ട് വെക്കുന്ന സാധനമാണ്. ഇതിൽ നമ്മൾ ചുക്ക്, തേങ്ങ, അതുപോലെ തന്നെ ജീരകം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കും. അപ്പോൾ ഇതാണ് അരിയുണ്ട എന്ന് പറയുന്ന പലഹാരം. ഇത് കൈ ചൂടൊക്കെ എടുത്തിട്ടാണ് ഇത് ഭയങ്കര കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ദേവുവിനെ കൃഷ്ണൻ വേഷം കെട്ടി ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ദേവുവിനെ ശ്രീകൃഷ്ണ വേഷം കെട്ടി ശ്രീകൃഷ്ണൻ്റെ എല്ലാ കോസ്റ്റ്യൂമും അണിഞ്ഞിട്ട് നല്ല ചന്തക്കാരനായിട്ട് മയിൽപ്പീലിയൊക്കെ ബാക്കിൽ വെച്ച് സെറ്റ് ചെയ്ത് വർണ്ണക്കുടം എല്ലാം വെച്ച് ദേവുവിനെ നല്ല ഭംഗിയായിട്ടിരുത്തി ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ദേവു കരയുമെന്ന് വിചാരിച്ചു, പക്ഷേ ഓടക്കുഴലും പിടിച്ചിട്ട് അവനെല്ലാവരും നോക്കുന്നുണ്ട്. ഫോട്ടോഷൂട്ട് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം അവൻ്റെ കൂടെ നിന്ന് നോക്കുന്നുണ്ട്. പക്ഷെ അവൻ എന്താ ഏതാണെന്ന് അറിയാണ്ട് ഫോട്ടോനൊക്കെ നല്ലോണം പോസ് ചെയ്യുന്നുണ്ട്. ആൾ നല്ല ചന്തക്കാരനായി കിരീടമൊക്കെ വെച്ച് നല്ല ഭംഗിയോടുകൂടി അവൻ ഫോട്ടോഷൂട്ടിന് പോസ് ചെയ്തു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ഫോട്ടോ ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് അവൻ്റെ നിന്ന് കിട്ടുന്നു വന്നിട്ട്. നല്ല കരച്ചിലായിരുന്നു. ഇപ്പോൾ അവൻ ഓക്കെ ആയി. ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലേക്ക് പോയപ്പോൾ അവിടെ അരിമുറുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അരിമുറുക്ക് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഐറ്റം തന്നെയാണ്, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. മെഷീൻ മുറുക്കായിട്ടും ഇപ്പോൾ നമ്മൾ കടയിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കണ മുറുക്കാണ്. നല്ലൊരു പണിയാണ് ഇത്. ഭയങ്കര ക്ഷമയോട് കൂടിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഏട്ടനാണ്, വലിയമ്മയുടെ മോനാണ് അപ്പുറത്തിരുന്ന് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ചീടാന്ന് പറയും, തട്ടവട എന്നൊക്കെ നമ്മൾ തമിഴിലൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ചക്കര ചീടാന്ന് പറയും. അതായത് നമ്മൾ നേരത്തെ പരത്തിയ മാവിൽ വെല്ലം ഒഴിച്ചിട്ട് ആ വെല്ലം ഒഴിച്ച സാധനം തുണിയിൽ പരത്തി നമ്മൾ എണ്ണയിലിട്ട് ഇതുപോലെ ചുട്ടെടുക്കും. അപ്പോൾ ഈ ചുട്ടെടുക്കുന്ന സാധനം നമ്മൾ ഏകദേശം കുറച്ച് നേരം ചുട്ട് കഴിഞ്ഞാൽ ഇതൊരു ബ്രൗൺ കളറാവും. ആ ബ്രൗൺ കളറാവുന്ന നേരത്ത് നമ്മളിത് കോരി എടുത്ത് മാറ്റി വെച്ചാൽ നല്ല ക്രിസ്പി ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ ആ സമയത്താണ് നമുക്ക് ഫുള്ളായിട്ടൊരു സൗണ്ട് കേട്ടത് പുറത്തുനിന്ന്. അപ്പോൾ എന്താണെന്ന് നോക്കുമ്പോൾ നല്ല DJ ഒക്കെ വെച്ച് നല്ല ചെണ്ട, അതുപോലെ തന്നെ വേഷവിധാനങ്ങൾ, വണ്ടി വേഷം എല്ലാം ആയിട്ട് ലൈറ്റൊക്കെ ആയിട്ട് നല്ലൊരു ഘോഷയാത്ര ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് പുതുശ്ശേരിയിൽ നിന്നുള്ള ഘോഷയാത്രയാണ്. അപ്പോൾ നമ്മളിത് റോട്ടിൽ പോയി നിന്ന് കണ്ടു. ഫാമിലിയിൽ എല്ലാവരും ഉണ്ടായിരുന്ന കൂടെ. അപ്പോൾ നമ്മൾ വണ്ടി വേഷം കണ്ട് നല്ല ലൈറ്റിലും അതുപോലെ തന്നെ DJയും പിള്ളേരുടെ ഡാൻസും കൃഷ്ണവേഷമൊക്കെ കണ്ട് നമ്മളിങ്ങനെ നോക്കി നിന്ന് കുറച്ച് നേരം
നമ്മുടെ നാട്ടിൽ തന്നെ കുഞ്ഞിക്കുട്ടിൽ അണിനിരുന്ന ഒരു ഘോഷയാത്രയായിരുന്നു അത്. അപ്പോൾ ഘോഷയാത്രയൊക്കെ കണ്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ചെക്കൻ തേങ്ങ ചിരവിക്കൊണ്ടിരിക്കാൻ രാത്രി ചട്നിക്കുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ എന്താ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ വടയാണ്, അതായത് ഉഴുന്ന് വട എല്ലാവർക്കും സുപരിചിതമാണ്. അപ്പോൾ അതുണ്ടാക്കണ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ഉഴുന്ന് വടയായിട്ട് നമ്മളിട്ട് കോരിയെടുക്കണത്. അടുത്തതായിട്ട് നമ്മുടെ വിദ്യാപ്പി ചോളം തോലൊക്കെ ഉരിച്ച് എടുക്കുകയാണ്. അടുത്തതായി പരിപ്പ് വട എന്ന പലഹാരം എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ചുട്ടെടുക്കുന്നു. അപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇതുപോലെ തന്നെ കുറേ ഉണ്ടാക്കും. കുറേ പലഹാരങ്ങൾ ഉണ്ടാക്കി രാത്രി 12 മണിക്ക് ഭഗവാന് നിവേദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പലഹാരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ് രാത്രി 12 മണിക്ക് പൂജയ്ക്ക് ശേഷം നമ്മളിത് പ്രസാദമായിട്ട് എല്ലാവരും പൂജയൊക്കെ കഴിഞ്ഞിരുന്ന് കഴിക്കും. എല്ലാവരും ഫാമിലിയോട് കൂടി ചേർന്ന് കഴിക്കും. അപ്പോൾ ഇത് എന്താണ് പറയുന്നത്, നമ്മൾ പഴമാവ് എന്നാണ് പറയുക. പഴമാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴംപൊരി നമ്മളെ നീളത്തിൽ കഴിഞ്ഞിട്ട് അതുപോലെ മൈദ മാവിലൊക്കെ മുക്കിയിട്ട് നമ്മളിടും. ഇതെങ്ങനെയാണ്, അരിമാവാണ്. അരിമാവിൽ വെല്ലം ചേർത്ത് ഈ പഴം അതിലരിഞ്ഞിട്ടിട്ട് നമ്മൾ എണ്ണയിലിട്ട് ചുട്ടെടുക്കുന്ന ഒരു പലഹാരമാണ് പഴമാവ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതും ഒരു നാടൻ വിഭവം തന്നെയാണ്. അപ്പോൾ ഇതും നമ്മൾ പൂജയ്ക്ക് വേണ്ടി പലഹാരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പലഹാരങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിൽ വന്നു. പൂജിക്കാൻ വേണ്ടിയിട്ട് ഒരു കൃഷ്ണൻ്റെ ഒരു ചിത്രം നമ്മൾ പലകയിൽ വരച്ചത് പൂജിക്കാൻ വേണ്ടി വരയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലിരുന്ന് ദേവൂട്ടൻ നല്ല കളിയായിരുന്നു. ഒപ്പം നമ്മൾ സച്ചൂട്ടനുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ വിദ്യാപ്പി പൂജയ്ക്കുള്ള പുഷ്പങ്ങളൊക്കെ എടുത്ത് മാലയൊക്കെ കെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ പൂക്കളൊക്കെ പറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചേർത്ത് മാല കെട്ടി ഭഗവാനെ പൂജയ്ക്ക് സമർപ്പിക്കാനായിരുന്നു. നമ്മുടെ മാമനാണ് വരുന്നത്. മാമൻ തോട്ടത്തിൽ പോയി വാഴയില മുറിച്ച് വരികയായിരുന്നു. ഹാളിൽ നമ്മുടെ കുട്ടിപ്പട്ടാളം വൈഷ്ണവ് ആരോ ദേവൂട്ടിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എൻ്റെ ചിത്രം വരെയൊക്കെ പെൻസിലിൽ കഴിഞ്ഞു. പിന്നെ ചന്ദനം വെച്ചിട്ട് കൃഷ്ണൻ്റെ ഓരോ വരകളും ഞാൻ യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അതൊരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തി. അപ്പോഴേക്കും പൂജയ്ക്ക് ടൈമായിരുന്നു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച പലഹാരങ്ങളെല്ലാം ഓരോന്നെടുത്ത് ഇലയിൽ വിളമ്പി പൂജയ്ക്ക് തയ്യാറാക്കുകയായിരുന്നു. അപ്പോൾ അപ്പം, അതുപോലെ പണിയാരം, ഉഴുന്നുവട, പരിപ്പ് വട, ചെറുപയർ വേവിച്ചത്, ചോളം വേവിച്ചത്, അരിയുണ്ട, ചീട, മധുരച്ചീട, മുറുക്ക്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് നമ്മൾ പൂജയ്ക്ക് വെക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ കുഞ്ഞു ദേവൂട്ടൻ്റെ കാലുകൾ അരിമാവിൽ മുക്കിയിട്ട് നമ്മൾ വാതിലിൽ അവൻ്റെ കാലുകൾ പതിപ്പിക്കുകയായിരുന്നു. ഇത് നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒന്നാണ്. കുഞ്ഞു കുട്ടികളുടെ കാല് അരിമാവിൽ മുക്കി വാതിലിലും അതുപോലെ നിലത്തുമൊക്കെ പതിപ്പിച്ചു. അപ്പോൾ ദേവൂട്ടൻ്റെ കാല് കുറച്ച് പതിപ്പിച്ചിട്ട് അവസാനം അവനെ മതിയായപ്പോൾ നമ്മൾ നമ്മുടെ കയ്യൊക്കെ വെച്ചിട്ട് നമ്മൾ കാല് കുത്തി. അതിന് ശേഷം നമ്മൾ പൂജയ്ക്കൊക്കെ റെഡിയാക്കി. നമ്മുടെ പൂജാ റൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഏകദേശം എല്ലാ പലഹാരങ്ങളും ഫ്രണ്ടിൽ വെച്ചു. നമ്മൾ പൂജ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായുള്ള എല്ലാ ഒരുക്കങ്ങളും പ്രസാദങ്ങളെല്ലാം ഇലയിൽ വിളമ്പി ഭഗവാന് മുമ്പിൽ നിലവിളക്കിട്ട്, അതുപോലെ നാഴിയിൽ അരി, അതുപോലെ നെല്ല്, അതുപോലെ ഭഗവാന്മാർക്ക് എല്ലാവർക്കും ഫോട്ടോയിൽ മാലയൊക്കെ ചാർത്തി അതെല്ലാം ഏകദേശം ഒക്കെ റെഡിയാക്കി പൂജയ്ക്ക്. അതിന് ശേഷം നമ്മൾ പൂജ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ മാമനാണ് പൂജ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 12 മണി സമയത്താണ് നമ്മൾ ശ്രീകൃഷ്ണൻ നിലാവുദിച്ച സമയത്താണ് ശ്രീകൃഷ്ണൻ ജനിച്ചതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സമയത്താണ് 12 മണിക്ക് പൂജ തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ദേവൂട്ടൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ അവൻ്റെ മുഖമൊക്കെ കഴുകി അപ്പോൾ അവനെ പൂജയ്ക്ക് റെഡിയാക്കി നിർത്തി. അപ്പോൾ അതിന് ശേഷം അവൻ പൂജയുടെ മുറിയിൽ നിന്ന് അവനിങ്ങനെ ഇട്ട് നോക്കണ്ടായിരുന്നു മണീൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട്. അപ്പോൾ പൂജയുടെ ടൈമാണ്. അത് കഴിഞ്ഞ് കർപ്പൂരം ആരതി കഴിഞ്ഞ്
പൂജ അവസാനിപ്പിച്ച ശേഷം നമ്മൾ നാമപാരായണം നാരായണീയം നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ദേവൂട്ടൻ നടന്ന് വന്ന് അവൻ്റെ ഓരോ കളികളും അതുപോലെ മാമൻ്റെ കയ്യിലൊക്കെ കയറി നിൽക്കുന്നുണ്ടായിരുന്നു. മാമൻ അവനെ കളിപ്പിക്കാൻ വേണ്ടി അവൻ്റെ കാലുകളിൽ ഓരോന്നും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രസാദം ഫ്രണ്ടിൽ വെച്ചിരിക്കുകയാണ്. ഭഗവാൻ നിവേദിച്ച പ്രസാദം എടുത്ത് മുന്നിൽ വെച്ച് അത് ഓരോ ഇലയായിട്ട് നമ്മൾ എത്ര ആൾക്കാരുണ്ടോ അവർക്കെല്ലാം വേണ്ടി പങ്കുവെച്ച് നമ്മളെ പ്രസാദം കഴിക്കും. അപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞിട്ട് രാത്രി ഈ 1 മണി സമയത്താണ്, ഈ ഒരു സമയത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്. അപ്പോൾ പൂജ കഴിഞ്ഞ് ഓരോ ഇലയിലേക്കും ഓരോ പ്രസാദമായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വിളമ്പി ഏകദേശം ഇലയിലെത്തുമ്പോഴേക്കും ഒരു സമയമാവും. നല്ല വിശപ്പായിരിക്കും. അപ്പോൾ ഫാമിലിയിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് നമ്മൾ ഈ പ്രസാദം കഴിക്കും. രാത്രി 1 മണിയാണ് സമയം. അപ്പോൾ നമ്മളെല്ലാവരും പ്രസാദം വിളമ്പി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ വിശേഷങ്ങളെല്ലാം പറഞ്ഞ്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് എടുത്ത ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണാനായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഓക്കെ.